നോമ്പിന് അതിപ്രധാനമായ ഒരു ജ്യൂസ് ഉണ്ടാക്കൽ ഇപ്പിയ തങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇതിൽ ചേരുന്ന ധാരാളം വിറ്റാമിനുകളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ചാറ്റ് അടിച്ചാൽ കാണാം ഓരോ സാധനത്തിലുള്ള. ഇതിൽ വാൽനട്ട്, ഈത്തപ്പഴം, ബദപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, ക്യാരറ്റ്, അത്തിപ്പഴം, ഇങ്ങനെ 1, 2, 3, 4, 5, 6 സാധനങ്ങൾ ഒതുങ്ങിയതാണ്. ഈ 6ലും കൂടി ഒരാൾ ഒരു ദിവസം ജീവിക്കാനുള്ള എല്ലാ വിറ്റാമിനുകളും ഒടുങ്ങിയിട്ടുണ്ട്. ഇത് ഇനി ജ്യൂസാക്കിയിട്ട് കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അത് ഓരോ ഗ്ലാസ് കുടിച്ചാൽ, ഇപ്പോൾ ഈ എടുത്തത് ഏറ്റവും ചുരുങ്ങിയത് 15 ആൾക്ക് 15 ചെറിയ ഗ്ലാസ് കുടിക്കാനുണ്ടാവും. അപ്പോൾ ജ്യൂസിന് ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കുകയാണ്. ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലും കൂടി ഉപയോഗിക്കും ഇൻഷാ അല്ലാഹ്. ആദ്യം ക്യാരറ്റ് മിക്സിയിലിട്ട് പരുവപ്പെടുത്തിയതിന് ശേഷം വേറെ ആയിട്ട് ഓരോ സാധനങ്ങളും വാൽനട്ടും മറ്റും പിന്നെ പറഞ്ഞ അണ്ടിപ്പരിപ്പ്, പതപ്പരിപ്പ് ഇതെല്ലാം ഒന്നടിച്ച് ചെറിയ മിക്സിയിലിട്ടൊന്ന് അടിച്ച് പരുവപ്പെടുത്തിയതിന് ശേഷം എല്ലാം കൂടിയും കൂട്ടി പാലും ഉപയോഗിച്ച് ഒന്നും കൂടി അടിച്ചാൽ അത് ജ്യൂസായി മാറി. അതാ മിക്സിയിലിട്ടിട്ട് ഉപയോഗിക്കുന്നു. ലേശം വെള്ളം കൂടി ചേർത്ത് ക്യാരറ്റ് മിക്സിയിലിട്ട് പാകപ്പെടുത്തുന്നു. അതിന് പാകത്തിനുള്ള വെള്ളം എടുത്ത് പരുവപ്പെടുത്തിയിരിക്കുന്നു. ചെറിയ ജാറിലിട്ട് കണ്ട് ഇതാ ഈ ക്യാരറ്റ് ഇല്ലാത്തതൊക്കെ പാകപ്പെടുത്തി കുഴമ്പ് രൂപത്തിലാവും. അപ്പോൾ രണ്ടും കൂടിയും ഈ മിക്സിയിലിട്ട് അത് ജ്യൂസ് രൂപത്തിൽ ആക്കും. ക്യാരറ്റും ഈത്തപ്പഴം അല്ലാത്തതൊക്കെ ഇതാ ചെറിയ മിക്സിയിലിട്ടിട്ട് അടിച്ച് പരുവത്തിലാക്കിക്കണം. ഇനി എല്ലാം കൂടിയും കൂട്ടി ജ്യൂസാക്കി മാറ്റും. മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് പഞ്ചസാരയും കൂടി അതിൽ ചേർക്കുന്നുണ്ട്. പാലും കൂടിയും കൊടുക്കുകയാണ്. ഇതാ അതടിച്ച് എല്ലാം കൂടിയും ജ്യൂസാക്കി അതിന് പാകത്തിനുള്ള വെള്ളം ചേർത്ത് ഇപ്പം എങ്ങനെയായാലും ഒരു 10-12 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാവും. ആ കണ്ട സാധനം ഇൻഷാ അല്ലാഹ്. ഇത് വെട്ടിച്ചിറ VPA തങ്ങൾ